യോഹന്നാൻ എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ, സ്തോത്രം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം നടക്കുന്നുണ്ടോ? ഇരുട്ടത്തല്ലേ പല പ്രവൃത്തികളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മറയത്തല്ലേ, ഒളിച്ചല്ലേ, മുറിക്കകത്തല്ലേ, ആരും കാണാതെ അല്ലേ? തുറന്നൊരു പുസ്തകമാണോ? പൂർണ്ണ വെളിച്ചത്തിലാണോ നമ്മൾ നടക്കുന്നത്? ആമേൻ. ഇന്ന് പകലിലൊന്ന് ശ്രദ്ധിക്കുക മക്കളെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ, പലപ്പോഴും വാതിലൊക്കെ അടച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി പല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നില്ലേ? വെളിച്ചത്തിൽ നടക്കുന്നവൻ ഒരു തുറന്ന പുസ്തകമായി. അവനാരെ പേടിക്കേണ്ട കാര്യമില്ല. ആര് കണ്ടെന്നാലും അവനൊരു വിഷയമില്ല. കാരണം വെളിച്ചത്തിൽ അവൻ നടക്കുന്നത്. ഭയത്തോടു കൂടി ആരെങ്കിലും വരുന്നത് അമേശ്വരം നമ്മൾ അറിയുകയും വരുന്ന വ്യക്തിത്വം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന തലത്തിൽ ചില പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നീ വെളിച്ചത്തിലല്ല നടക്കുന്നത്. നമ്മൾ ചില ആളുകളൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ടെലിവിഷനില് ദൈവമക്കൾക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ അവര് വാതിൽ പതിയെ അടച്ചിടും. പുറത്തു നിന്ന് വരുന്ന ആളുകളെ കാണുകയും വേണം. സ്വന്തം അകത്ത് നടക്കുന്ന കാര്യം പുറത്തു നിന്ന് വരുന്നവർ അറിയുകയും ചെയ്യരുത്. ആ രീതിയിൽ ഒരു കൂട്ടിട്ട ഇരിക്കുന്നത് സ്വന്തം. കാരണം പുറത്തു നിന്ന് ആര് വന്നാലും അകത്ത് നീ എന്താ കാണുന്നതെന്ന് അറിയുന്നത് പൊട്ടന്മാരെ അറിയുന്നത് ഇങ്ങനെ. കാരണം എന്താ അറിയാമോ? മുകളിൽ ഒരാള് വലിയൊരു ക്യാമറ വെച്ചിട്ടെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുക. മുകളില് ഒരാളിത് ഭയങ്കര വലിയൊരു ക്യാമറ വെച്ച് ലോകത്തിൽ നടക്കുന്ന മുഴുവൻ വിഷനുകളും പകർത്തിക്കൊണ്ടിരിക്കുക. അപ്പോ സ്വന്തം ഇത്രത്തോളം അറിവില്ലാത്തവർ എന്താ ചെയ്തിരിക്കുന്നത്? കഥക് പൂട്ടി സ്വന്തം അകത്തിരുന്ന് ദോഷം പ്രവർത്തിക്കുക. അപ്പോ ഇവന്റെ ചിന്ത എന്താണ്? ഇത് ആരും, പക്ഷെ ആര് കാണുന്നുണ്ട്? എടാ, ദൈവത്തിന്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കാം. ഈ ജ്വാലക്കൊത്ത ദൈവത്തിന്റെ കണ്ണ്. അപ്പൊ പറയും, ദൈവം കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല, ദൈവത്തോട് പറഞ്ഞു പോകാം. പാസ്റ്റർ കാണാതെ നമ്മൾ വിശ്വാസികൾ ആരും കാണാതിരിക്കണം. കിടക്കപ്പുറത്തേ ഉണ്ടാകത്തില്ല. ദൈവം കണ്ടോട്ടെ. ഇന്ന് അങ്ങനെയാ പലരുടെയും ചിന്ത. എന്റെ പൊന്നു കുഞ്ഞേ, സ്തോത്രം. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലുള്ളവനെന്ന്. ഇന്ന് മൊബൈൽ ഫോണിനകത്ത് പ്ലാറ്റ്ഫോം ഉണ്ട്. എന്തിന്റെ നല്ല നല്ല സിനിമകളൊക്കെ കാണാനുള്ള. നിനക്കറിയില്ല ഇത്? ദൈവമേ, നിങ്ങളുടെയൊക്കെ ഇരിപ്പുവാണല്ലേ ഏതോ പുരാതന ലോകത്ത് ജനിച്ച് ഇപ്പോൾ ഭൂമിയിലേക്ക് വീണിരിക്കുന്ന ആളുകളെ പോലെയാ. നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളൊന്ന് ബുക്ക് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടും. മൊബൈലിൽ കാണാം, ഫോണിൽ കാണാം, ആൻഡ്രോയിഡ് TV ആണെങ്കിൽ അതിൻ്റെ അകത്ത് കാണാം. കുടുംബമായിട്ട് ഇരുന്നൊക്കെ സല്ലപിക്കാം. അപ്പൊ യേശു അവിടെ കിടന്ന് പിന്നെയും പെടയും. ക്രൂശിൽ കിടന്ന് നീ വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്നവനായി തീരും. 3 മണിക്കൂർ നീ എന്ന് സന്തോഷിക്കുമ്പോൾ 3 മണിക്കൂർ യേശു നിന്നെ ഓർത്ത് വേദനിക്കും. കേട്ടോ മക്കളെ? ഇന്ന് ഇത് തന്നെയാണ്. എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ കാര്യമായിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. കാരണം എന്നോട് പറയുന്നത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. വളരെ ശ്രദ്ധിച്ചോളണം. യേശു നമ്മളുടെ നിത്യജീവനിലേക്ക് നമ്മൾ അടുപ്പിക്കേണ്ടതിനാൽ, അവന്റെ മഹത്വം നമ്മളെ പൂർണ്ണമായിട്ടൊന്ന് കാണിക്കേണ്ടതിനാൽ, അവനിരിക്കുന്ന ഇടത്ത് നമ്മളെയും എത്തിച്ചു ചേർക്കേണ്ടതിനാൽ സ്വന്തം ദിനം പ്രതി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ തിരിച്ചറിവ് ആർക്കുണ്ട് പ്രിയ മക്കളെ? സ്വതന്ത്രം. ഹല്ലേലൂയ. ലോകം വേണ്ട എനിക്ക്, ലോകത്തിലെ ഒന്നും വേണ്ട. എന്നൊക്കെ ഒരു പാട്ടുണ്ട് അല്ലേ? ലോകം എനിക്ക് വേണ്ട കർത്താവേ. കാരണം യേശുവിലേക്കൊന്ന് നോക്കി കണ്ടാൽ ആളില്ല എന്ന് തോന്നി പോകത്തക്ക നിലവാരത്തിൽ അവന്റെ രക്തം സകല പാപവും നോക്കി നമ്മളെ ശുദ്ധീകരിക്കുകയാ. ഈ രക്തം നമ്മുടെ പേര് വീണിട്ടുണ്ടോ? ഈ രക്തം നമ്മുടെ മേൽ വീണിട്ടുണ്ടോ? സ്തോത്രം. പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുള്ളൂ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്ന അവന്റെ വൃദ്ധന്മാർക്ക് യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മേൽ തളിച്ചിട്ടുണ്ട്.
ഈ രക്തം തളിച്ചിരിക്കുന്നത് നിമിത്തമാണ് പലതിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റാത്തത്. പ്രിയ മക്കളെ, ഈ രക്തം തളിച്ചിരിക്കുന്നത് കൊണ്ട് ലോകം നിന്നെ വെറുക്കും, സമൂഹം നിന്നെ തള്ളിക്കളയും, സമൂഹം നിന്നെ ഉൾക്കൊള്ളത്തില്ല. സ്വതം ഈ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊപ്പമാണ് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മേൽ? ഒരു രക്തത്തളിയുണ്ട്. പഴയ നിയമത്തിലും ഒരു രക്തത്തളി ഉണ്ടായിരുന്നു. കട്ലപ്പടിമേലും കുറുമ്പടിമേലും എന്ത് ചെയ്യണം? ആ രക്തം തളിക്കണം, രക്തം പുരട്ടണം. ഇസോപ്പിന്റെ തണ്ട് ഒരു കെട്ടെടുത്തിട്ട് കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി കട്ലയുടെ കാലിൽ കട്ലപ്പടിമേൽ സ്വതം ഇത് തളിച്ച് മുദ്ര ചെയ്യണം. നീ പുറത്തിറങ്ങരുത്. സംഹാരദൂതൻ ആ വഴി കടന്നു പോകുമ്പോ ഈ രക്തം കാണും. അങ്ങനെയുള്ള വീട്ടിലൊന്നും സംഹാരദൂതൻ കടക്കത്തില്ല. സ്വതം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം കൊടുത്തൊരു അടയാളമായിരുന്നു യേശു ക്രിസ്തു. കുഞ്ഞാടിന്റെ രക്തത്താൽ സ്വതം എല്ലാ വീടുകളെയും മുദ്ര ചെയ്യുക. എന്നാൽ പുതിയ നിയമത്തിൽ ആവേശത്തിന്റെ രക്തത്തെക്കാൾ സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അനന്തരങ്ങളെ നമ്മൾ വന്നിരിക്കുന്നത്. ഒത്തിരി ഡീലായിട്ട് സ്തോത്രം. എന്റെ തൊണ്ട അല്പം പോയി. എല്ലാ ദിവസങ്ങളിലും മീറ്റിംഗ് ആയിരുന്നു. എല്ലാ ദിവസങ്ങളിലും സ്തോത്രം. 1, 2, 2, 3 മീറ്റിങ്ങുകൾ വരെ സ്തോത്രം ഉണ്ടായിരുന്നത് കൊണ്ട് ശബ്ദത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് ചേഞ്ചായി വരുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ അവിടെ നല്ല ചൂടാ. പക്ഷെ എനിക്ക് ചൂടിലേക്കൊന്നും പോകേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. യാത്ര ചെയ്തു പോകുമ്പോൾ ചൂടിൻ്റെതായ കാഠിന്യം അറിയാറുണ്ട്. സ്തോത്രം. ഭയങ്കര ചൂടാ. മകളെ സ്തോത്രം. ഈ യേശു പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? തളിച്ചിരിക്കുകയാണ്. ഈ രക്തത്തളി നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ലോകത്തിലെ പലതും നമ്മളെ വിട്ട് അകന്നു പോകും. നിന്നെ കൂട്ടത്തില്ല. സ്വന്തം ബന്ധങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഈ രക്തമാണ്. അവരെല്ലാം അവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി കാണുന്നതാണ്. അതുകൊണ്ട് നിന്നെ നിന്ദിക്കും, പരിഹസിക്കും, സ്വന്തം നിന്നെ താഴ്ത്തും. പക്ഷേ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, സൂക്ഷിക്കപ്പെടുവാൻ കഴിവുകളിരിക്കുന്നത് കൊണ്ട് ആരെ മുന്നിച്ചെന്നാലും, ആര് പരിഹസിച്ചെന്നാലും, ആര് താഴ്ത്തിയെന്നാലും ഈ ഉത്തമഗീതത്തിൽ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്. കടന്തൂക്കത്തിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന പ്രാവേ. സ്വതന്ത്രം ഒരു വാക്യം കാണാൻ സാധിക്കുന്നുണ്ട്. പാറയുടെ പിളർപ്പിലും കടന്തൂക്കത്തിലും ഇരിക്കുന്ന ഒരു പ്രാവ്. ഈ പ്രാവിന് കൂട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഈ പ്രാവിന് സഹപാഠികളുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല. ഈ പ്രാവ് ഒരു ഭാഗത്ത് മാറിയിരിക്കുകയാണ്. സ്വതന്ത്രം. ഹല്ലേലൂയ. ഒന്നെടുക്കാമോ? ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഉത്തമഗീതം എന്ന് പറയുന്ന ഒരു പുസ്തകം സ്വതന്ത്രം എവിടെയാ കിടക്കുന്നത്? യെശയ്യാ പ്രവചനത്തിന് സഭാപ്രസംഗിക്ക് താഴെയും യെശയ്യാ പ്രവചനത്തിന് മുമ്പിലുമായിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ഉത്തമഗീതം. ഉത്തമഗീതം. കടുംതൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. പാറയുടെ പിളർപ്പിലും കടുംതൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഇവിടെ ഈ പ്രാവ് ഒരു പിളർപ്പിൽ പോയിരിക്കുകയാണ്. ഈ പ്രാവ് കടുംതൂക്കത്തിന്റെ മറവിലിരിക്കുകയാണ്. പുറത്തു വരുന്നില്ല. ആരെയും കാണുന്നില്ല. ആർക്കും മുഖം കൊടുക്കാതെ വണ്ണം മറഞ്ഞിരിക്കുന്ന പ്രാവ. സ്തോത്രം. എന്താണ് ഈ പ്രാവിന് സംഭവിച്ചത്? ഈ പ്രാവിന്റെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഒന്നിന്റെ രക്തം ഇതിന്റെ മേൽ തളിക്കപ്പെട്ടിട്ടുണ്ട്.
അളിക്കപ്പെട്ടിരിക്കുന്ന നിമിത്തം സ്വന്തം ബന്ധത്തിലുള്ള പലരും ഈ പ്രാവിനെ തള്ളിയിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം പുതിയ മക്കളെ. ആമേൻ. ലേവ്യ പുസ്തകം ആമേൻ സ്തോത്രം അതിന്റെ ആമേൻ സ്തോത്രം 14-ാം അധ്യായം 12-ാം അധ്യായം അതിന്റെ 1 വാക്യങ്ങൾ വായിച്ചേ. ലേവ്യ പുസ്തകം 14-ാം അധ്യായം ആമേൻ 1 മുതലുള്ള വാക്യം. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരും ചുവപ്പുനൂൽ ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കണം, ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തിത്വത്തിന് കുഷ്ഠരോഗം ഉണ്ടെങ്കിൽ ഈ കുഷ്ഠരോഗം ശുദ്ധമായതിനു ശേഷം കുഷ്ഠരോഗം ശുദ്ധമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ കാലഘട്ടത്തിലെ ഡോക്ടേഴ്സ് സർജന്മാരല്ലായിരുന്നു ചെക്ക് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരാ ചെക്ക് ചെയ്യുന്നത്. അതിന് പ്രത്യേകമായ ഒരു നിയോഗവും അതിന് പ്രത്യേകമായ ഒരു കഴിവും കൃപയും പരിശുദ്ധതയും പുരോഹിതന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ആ ഒരു കൃപ അവർക്കുള്ളത് കൊണ്ട് കുഷ്ഠരോഗി ശുദ്ധമായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയേണ്ടതിനാൽ ഇവരുടെ അടുക്കൽ കൊണ്ടുവരണം. കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷികളെ കൊണ്ടുവരണം. ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷികളെ കൊണ്ടുവരണം. ദേവദാരു കൊണ്ടുവരണം. ചുവപ്പ് നൂല് കൊണ്ടുവരണം. ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. ഇത്രയും സാധനവുമായിട്ടാണ് പുരോഹിതന്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി കടന്നു വരേണ്ടത്. ഇവന്റെ രോഗം മാറിയിട്ടുണ്ടോ? രോഗം മാറിയിട്ടുണ്ടെങ്കിൽ ഇവന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്രിയ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയാ ഇത് കൊണ്ടുവരുന്നത്. 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പുരോഹിതൻ ഒരു പക്ഷിയെ 2 പക്ഷികളുമായിട്ടാണ് ഈ പുരോഹിതൻ ഈ കുഷ്ഠരോഗി ആലയത്തിൽ കടന്നു വരുന്നത്. സ്വന്തം എത്ര പക്ഷിയാ? 2 പക്ഷി. കുറഞ്ഞ എത്ര പക്ഷിയുണ്ട്? കരണമെന്ന് കൊടുത്തിട്ട് പറഞ്ഞേ. എത്ര പക്ഷിയുണ്ട്? 2 പക്ഷികളുണ്ട്. പക്ഷിക്ക് വേണ്ടിയല്ലേ ഞാൻ പറയിപ്പിച്ചത്. ചില ആളുകൾ ഇടയിൽ ഇരുന്ന് ധ്യാനിക്കുന്നത് ഞാൻ കാണുന്നു. സ്തോത്രം. അതുകൊണ്ട് 2 പക്ഷിയുണ്ട് കേട്ടോ. സ്തോത്രം. ഈ 2 പക്ഷിയെ സ്തോത്രം പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒരു പക്ഷിയെ മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ഒരു പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവ് വെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. സ്തോത്രം. ശ്രദ്ധിച്ചേ. സ്തോത്രം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂല്, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ എന്ത് ചെയ്യണം? പൊക്കണം. ഒന്ന് ശ്രദ്ധിച്ചേ. ശുദ്ധിയുള്ള 2 പക്ഷികൾ, ദേവദാരു, ഈസോപ്പ്, ചുവപ്പ് നൂല്, ഇതുമായിട്ട് ഒരു കുഷ്ഠരോഗി പുരോഹിതന്റെ അടുക്കൽ കടന്നു വരിക. ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയുടെ കുഷ്ഠം മാറിയെന്ന് പുരോഹിതൻ സ്ഥിരീകരിക്കാൻ ഈ 2 പക്ഷികളെ കൊണ്ടുവരണം. ഒരു പക്ഷിയെ സ്വതം അറക്കണം. എന്നിട്ട് ഈ വെള്ളത്തിൽ ഉറവ് വെള്ളം സ്വതം, അതായത് ഒഴിച്ചുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുവരുന്ന ഈ ഉറവ് വെള്ളത്തിന്റെ സ്വതം അടുക്കൽ വെച്ച് അല്ലെങ്കിൽ ആ പാത്രത്തിൽ വെച്ച് ഈ 2 പക്ഷികളിൽ ഒരു പക്ഷിയെ അറുത്ത് അതിന്റെ രക്തം ഈ വെള്ളത്തിൽ ആക്കണം. ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ സോപ്പിന്റെ തണ്ടകൾ എടുത്തുകൊണ്ട് സ്വതം ചുവപ്പ് നൂല് എടുത്തുകൊണ്ട് ദേവദാരു എടുത്തുകൊണ്ട് സ്വതം ഈ ഉറവ് വെള്ളത്തിൽ സ്വതം ഒഴുക്കിയിരിക്കുന്ന രക്തത്തോടൊപ്പം ഈ പക്ഷിയെയും ജീവനുള്ള ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയെയും ഈ വെള്ളത്തിൽ നിന്ന് മുക്കണം. സ്വതം മുക്കിയിട്ട് കുഷ്ഠരോഗിയായിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ മേൽ ഇത് ചെയ്യണം, അടിക്കണം. അവന് 7 പ്രാവശ്യം തളിച്ച് ശുദ്ധി ചെയ്യണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നിപ്പോകത്തക്ക നിലവാരത്തിൽ യേശു അത്രത്തോളം വിരൂപനായിരുന്നു. എന്തിനു വേണ്ടിയാ? നമ്മെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഭാഗത്തിൽ നിന്ന് അവന്റെ രക്തം ഒഴുകുകയാ പ്രിയ മക്കളെ. കാൽവരിയിൽ നിന്ന് ഒഴുകിയ രക്തം ഇന്ന് നമ്മുടെ മേൽ വീണിട്ടുണ്ട്. ഇന്ന് നാം ശാന്തപ്പെടുത്തി
അവനെ ജീവനുള്ള പക്ഷി ദേവദാനം, ചുവപ്പ് നൂല്, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെ ജീവനുള്ള പക്ഷിയെ ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത് പക്ഷിയുടെ രക്തത്തിൽ എന്ത് ചെയ്യണം? മുക്കണം. അവൻ 2 പക്ഷികളെ കൊണ്ടുവന്നു. ഒരു പക്ഷിയെ അറുത്തു, അതിന്റെ രക്തം വെള്ളത്തിൽ മുക്കി. അവൻ സ്വന്തം മറ്റൊരു പക്ഷിയെ ഈ രക്തത്തിൽ എന്ത് ചെയ്യണം? മുക്കിയെടുക്കണം. ശ്രദ്ധിക്കണം, മനസ്സിലായത് നിങ്ങൾക്ക്? ഈ രക്തത്തിൽ മുക്കിയെടുക്കണം. അടുത്ത 7ാമത്തെ വാക്യം, കുഷ്ഠ ശുദ്ധീകരണം കഴിവാനുള്ളവന്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വീഴുകയും ചെയ്യണം. ശ്രദ്ധിച്ചോ? അവൻ തന്റെ ഇണപ്രാവിന്റെ അവനെ സ്വതന്ത്രം ആ രക്തത്തിൽ മുക്കി. ഇപ്പോൾ അവൻ ഈ പ്രാവിനെ പുറത്തേക്ക് വിടുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന കളറല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന നിറമല്ല, കഴിഞ്ഞ സമയം ഉണ്ടായിരുന്ന സ്വഭാവത്തിന്റെ ഭാഗമല്ല, അവന് ഒരു വ്യത്യസ്തത തന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നിമിത്തം അങ്ങോട്ട് കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു കൂട്ടിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് ഒരുമിച്ച് പുറപ്പെട്ടവരാ. ആമസ്വതം തിരിച്ചു ചെല്ലുമ്പോ ആമസ്വതം കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആരംഭത്തെ വിട്ട മക്കളെ അമേശ്വരം ഞാനിത് പറയുമ്പോ അമേശ്വരം ചിന്തിക്കുമ്പോ അമേശ്വരം എന്റെ അന്തരംഗത്തിനകത്തളത്തിൽ അമേശ്വരം യേശുവിനുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. അവന്റെ രക്തം കിടക്കുന്നത് കൊണ്ട്, അവന്റെ രക്തം കിടക്കുന്നത് കൊണ്ട് ചിന്തിക്കണം കുഞ്ഞുമക്കളെ. ആമേ ഉറവ് വെള്ളത്തിന്റെ ആമേശ്വര രക്തത്തിലേക്ക് ഈ പക്ഷിയെ മുക്കിയിട്ട് ആമേശ്വര പക്ഷി എന്ത് ചെയ്യണം? പറപ്പിച്ചു വിടണം. അവൻ പറപ്പിച്ചു വിടണം. അവൻ സ്വന്തം വൃത്തങ്ങളിലേക്ക് പക്ഷി ചെല്ലുമ്പോ ആ പക്ഷിയെ കണ്ടിട്ടവർക്ക് മനസ്സിലാകുന്നില്ല. അവൻ സ്വന്തം അവനെ കൊത്തി ഓടിക്കുകയാണ്. അവൻ സ്വന്തം അവനെ കൂട്ടിൽ നിന്ന് അകന്നിരിക്കുന്ന പക്ഷി മറ്റൊരു വൃക്ഷക്കൊമ്പിൽ പോയിരിക്കുമ്പോ അവിടെയുള്ള സഹപ്രവർത്തകർ പലരും ആമേശ്വര പക്ഷിയെ ചേർക്കുന്നില്ല. അവിടെ കൂട്ടത്തിൽ നിന്നും കൊത്തി അകറ്റുകയാണ്. ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്തും നിൽക്കാൻ പറ്റുന്നില്ല. അവൻ ദൈവത്തിന്റെ മക്കളെ, ഇതുപോലെ പലരും ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. ആമസ്വതം നല്ലൊരു ഫംഗ്ഷൻ വന്നാൽ വിളിക്കത്തില്ല, കൂടെ ചേർക്കത്തില്ല. അവ കിട്ടിയാൽ വൃത്തവാക്ക് പറഞ്ഞ് നിന്നിച്ചും പരിഹസിച്ചു നടത്തുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ അന്നീന്നായിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഈ പ്രാവിന് ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റുന്നില്ല. ആമേശ്വതം തന്റെ ഇണയുടെ രക്തത്തിൽ മുക്കി തന്നെ പറപ്പിച്ചു വിട്ടിരിക്കുകയാണ്. തനിക്കറിയാൻ കഴിയുന്നില്ല തന്റെ രൂപം മാറിയിട്ടുണ്ടെന്ന്. ഇന്നലെ സ്നാനത്തിന്റെ ക്ലാസ് കൊടുക്കുമ്പോ സ്വന്തം ഗലാത്യ ലേഖനം 1-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിനെ ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്നവരായ നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതേ പ്രിയമക്കളെ, അവനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. അവന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് നമ്മൾ അറിയാതെ വണ്ണം നിന്റെ രൂപം മാറിയിട്ടുണ്ട്, നിറം മാറിയിട്ടുണ്ട്, സംസാരത്തിൽ വ്യത്യസ്തതകളുണ്ട്, പ്രവൃത്തികളിൽ വ്യത്യസ്തതകളുണ്ട്. നീ പണ്ടത്തെ വ്യക്തിത്വമല്ല, നിനക്കെന്തൊരു മാറ്റം വന്നിരിക്കുന്നു. പറയുന്ന ഒരു കാര്യമുണ്ട്, അതെ, നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റത്തില്ല. നീ ഒരു പുരുഷനാണോ, നീ ഒരു സ്ത്രീയാണോ? ഒരു സിഗരറ്റ് വലിക്കാതെ എങ്ങനെ നടക്കാൻ പറ്റും? ഒരു അല്പം മദ്യപിക്കാതെ എങ്ങനെ നടക്കാൻ പറ്റും? പുരുഷത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന അങ്ങനെ ഈ പ്രാവ് വൃക്ഷക്കൊമ്പിൽ ഇരിക്കാൻ പറ്റുന്നില്ല, കൂട്ടിലിരിക്കാൻ പറ്റുന്നില്ല. സ്വന്തം എത്രത്തോളം സമയം പറന്നു നിൽക്കും? ഒരു സ്ഥലത്ത് പറന്നു നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഒരു പാറയുടെ പിളർപ്പിൽ പോയിരിക്കുകയാണ്.
ആമേ സ്വന്തം ഉത്തമഗീതത്തിൽ ആമേ 2-ാം അധ്യായത്തിന്റെ ആമേ സ്വന്തം ആമേ 14-ാം വാക്യത്തിലേക്ക് വാക്യം വായിക്കുമ്പോ ഇവിടെ എങ്ങനെയാ വായിക്കുന്നത്? പാതയുടെ പിളർപ്പിലും കടുത്തൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവേ, എന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ആമേ സ്വതന്ത്ര ഹല്ലേലൂയ. ആമേ നിറം മാറിയിരിക്കുക, വർണ്ണം മാറിയിരിക്കുക, ആമേ സ്വഭാവത്തിന് വ്യത്യാസം വന്നിരിക്കുക. വെള്ളരിപ്രാവിന്റെ രൂപം ഇപ്പോൾ നോക്കിയ ആമേ സ്വന്തം രക്തത്തിന് തുല്യമായി ആമേ സ്വന്തം ചുവന്ന ഒരു പക്ഷിയായി മാറിയിരിക്കുകയാണ്. ആമേ സ്വതം കേട്ടോ പ്രിയ മക്കളെ, ആമേ സ്വതം ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് നിന്റെ മേൽ കുറ്റവും തെറ്റും ഒക്കെ ആരോപിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആമേ സ്വതം ക്രിസ്തുയേശുവിനാ നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഹരിക്കപ്പെട്ടിരിക്കുന്നു. ആമേ സ്വതം സമൂഹം നിനക്ക് അനുകൂലമല്ല, ലോകം നിനക്ക് അനുകൂലമല്ല. പലതിൽ നിന്നും നീ എങ്ങനെ പിരിയുകയാ, പലതിൽ നിന്നും നീ എങ്ങനെ മാറുകയാ. എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിതിലേക്ക് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാ? പാറയുടെ പിളർപ്പിലും കടന്തുക്കത്തിന്റെ മറവിലും ഇരിക്കുന്നതിന്റെ പ്രാവേ. അവൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? സമൂഹത്തിൽ നേരെ നേരെ ചെല്ലാൻ പറ്റുന്നില്ല. ആമേ പലതിൽ നിന്നും പുറത്തിരിക്കും. ആമേ എന്തായാലും കൂട്ടത്തിലുള്ള ബന്ധത്തിലുള്ള സ്വന്തത്തിലുള്ള ഒരു ആവശ്യം വന്നാൽ അവര് മാറി നിൽക്കുന്നില്ല, അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല, അവരെ അടുപ്പിക്കുന്നില്ല, കൊത്തി ഓടിക്കുന്നില്ല. ആമേ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരുപോലെ കൂട്ടിൽ പാർത്തിരുന്ന പ്രാവ ഒരുപോലെ സഹപാഠികളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാ. പക്ഷെ ആമേ പോകാൻ പറ്റുന്നില്ല, നിറം മാറിപ്പോയി. തന്റെ ഇണയുടെ രക്തത്തിൽ മുക്കി ഈ പ്രാവിനെ പറപ്പിച്ചു വിട്ടു. മറ്റൊരു വെള്ളത്തിൽ അതിനെ കഴുകിയിട്ടില്ല. ആമേ സ്വതം രക്തം കിടക്കുന്നില്ല. ആ രക്തം കാണുന്ന പല കൂട്ടു സഹോദരന്മാരും അതിനെ ചേർക്കാതെ വണ്ണം മാറ്റി നിർത്തിയിരിക്കുക. ആ ഈ പ്രാവ് ആർക്കും മുഖം കൊടുക്കാതെ വണ്ണം ആമേ സ്വതം ഒരു സ്ഥലത്ത് പോയിട്ട് ആമേ സ്വതം ആമേ വിശ്രമിക്കുകയില്ല. അതാണ് ഈ വാക്കിൽ പാറയുടെ പിളർപ്പില് പോയിരിക്കുകയാണ്. ആമേ സ്വതം കാന്തം വരും, തന്റെ ഇണ വരും, തന്റെ ഇണ വരാതെ ആമേ സ്വതം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ആമേ തന്റെ തുണ വരാതെ ഇനി ഒരിക്കലും തനിക്ക് ആ കൂട്ടിലേക്ക് മടങ്ങാൻ പറ്റത്തില്ല. അതേ പ്രിയമക്കളെ, കന്തന്റെ വരവിനാൽ നാം കാത്തിരിക്കുകയാണ്. അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വരവിനായിട്ടാണ് പ്രതിമകളെ കാത്തിരിക്കുന്നത്. ആമേ സ്വതം ഈ ലോകത്തിലുള്ള അല്പകാലത്തേക്കുള്ള കഷ്ടം, ബുദ്ധിമുട്ട്, നിന്ന, പരിഹാസം മാറാൻ സമയമായി. ആമേ സ്വതം കാന്തം വരും. നിന്റെ വേർതിരിവുണ്ടല്ലോ, ആമേ സ്വതം നിന്റെ മാനസികമായ ഭാരമുണ്ടല്ലോ, ആമേ സ്വതം രാത്രിയിലും പകലുമൊക്കെ കണ്ണുനീരൊഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, ഇത് കാണുന്നൊരു കാന്തനുണ്ട്. ആമേ സ്വതം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അതുകൊണ്ട് ആമേ സ്വതം ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ പത്രോസിന്റെ ലേഖനം, ആമേ 1 പത്രോസിന്റെ ലേഖനം, ആമേ സ്വതന്റെ 4-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ദുർനടപ്പിന്റെ അതേ കവച്ചിലിൽ ഒന്ന് വായിച്ചേ. സ്വതം നമുക്ക് എന്താ സമൂഹത്തിനുള്ള ബുദ്ധിമുട്ട്? എന്താ പ്രിയ മക്കളെ? സമൂഹം എന്താ നമ്മളെ കൈക്കൊള്ളാത്തത്? എടാ അത് ചെയ്യാൻ പറ്റത്തില്ല. ഓണത്തിന് ആമേ തൂശരയിലും വെട്ടിയിട്ട ആമേ 16-17 തരം കറികളും കൂട്ടി ആമേ സ്വതം ഓണപ്പുടവും കൊടുത്തുകൊണ്ട് ആമേ സ്വതം ഓണസദ്യ ഉണ്ണാൻ എനിക്ക് പറ്റത്തില്ല. എന്റെ കാന്തൻ രക്തം ചിന്തി എന്നെ വേർതിരിച്ചു. സമൂഹത്തിന്റെ മധ്യത്തിൽ വേർതിരിച്ചിരിക്കുന്നു. ആമ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നെ പരിഹസിക്കുന്നു, നിന്ദിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ആമ ദോഷം പലതും പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേ സ്വതം ദുർനടപ്പിന്റെ അതേ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുകയാണ്. ചേർന്ന് നടക്കാൻ പറ്റുമോ? ആമേ സമൂഹം നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? നിനക്കൊരു വ്യത്യസ്തതയുണ്ട്, നീ ഒരു വ്യത്യസ്തനാ. ആമേ എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്നു, അവരുടെ ന്യായപ്രമാണം നമ്മുടെ ന്യായപ്രമാണം പോലെയുള്ളതല്ല. അവര് ജാതികളുടെ ഇടയിൽ ചിന്നി ചിതറി പാർക്കുന്നവർ, അവർക്കൊരു പ്രമാണമുണ്ട് പ്രിയ മക്കളെ. ആമേ സ്വതം തന്റെ ഇട വരും,
തന്റെ കാന്തൻ വരും. കാന്തൻ വരുമ്പോ സമൂഹത്തിന്റെ സ്വന്തം നമ്മൾ ഈ നാളുകളിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അമ്മ സമൂഹം നിന്നെ വെറുക്കുന്നത്, നമ്മളെ വെറുക്കുന്നത് നിന്റെ മേൽ കിടക്കുന്ന ദൈവകൃപയെ. നിന്റെ രൂപം എന്തുവായിക്കൊള്ളട്ടെ, കറുപ്പോ വെളുപ്പോ ആയിക്കൊള്ളട്ടെ, ലോകത്തിലെ ശക്തികൾക്ക് ഇതിനോട് എതിര് അമ്മേ സ്വതം ഇത് കാണുന്നത് കൊണ്ടാ നിന്നെ പലതിൽ നിന്ന് അകറ്റിക്കളയുന്നത്, മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്പമായിട്ടൊരു പ്രയാസമുണ്ട്, അല്പമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, മാറുന്നൊരു ദിവസമുണ്ട്. അമ്മേ സ്വതം എന്നും സന്തോഷമുള്ള, എന്നും ഒരു നേരത്തേക്കുള്ള ലഘുവായിട്ടുള്ള കഷ്ടം സാരമില്ല എന്നെണ്ണാമോ പ്രിയ മക്കളെ. അമ്മയ്ക്ക് അറിയാം, നല്ലൊരു നിത്യജീവന്റെ അനുഭവം സ്വർഗം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അമേ ഹല്ലേലൂയ. അമേ ലോകത്തിനുള്ളതൊന്നും വേണ്ട പ്രിയ മക്കളെ, യേശുവിനോട് കാന്തനോട് അമേ അവ ദുർനടപ്പിന്റെ അതേ കവച്ചിന് എന്താണ് നമുക്കുള്ള പ്രശ്നം? കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്നിരുന്നതല്ലേ, ഒരുമിച്ച് നടന്നിരുന്നതല്ലേ, ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതല്ലേ. പാടാമെന്ന് പറഞ്ഞ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചും പറഞ്ഞൊക്കെ കടന്നുപോയിരിക്കുന്ന നിന്നെ ഇന്ന് സമൂഹം അടിപ്പിക്കാത്തതിന്റെ കാരണം എന്താ? നീ അവരോട് കൂടെ അതേ കവച്ചിൽ നടക്കുന്നില്ല. അമേശ്വരം എന്തുകൊണ്ടാ നിനക്ക് നടക്കാൻ പറ്റത്തില്ല? നിനക്കൊരു വേർതിരിവ് വന്നിരിക്കുകയാണ്. നിന്നെ യേശു രക്തത്താൽ തളിച്ചു വേർതിരിച്ചിരിക്കുക. വിശ്വസിക്കുന്നുണ്ടോ പ്രിയ മക്കളെ? എന്താണ് കാര്യം എന്ന് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ നിറം മാറിയിട്ടുണ്ട്, നിന്റെ നിറം മാറിയിട്ടുണ്ട്, രൂപം മാറിയിട്ടുണ്ട്, നിന്റെ സംസാരം മാറിയിട്ടുണ്ട്, നിന്റെ വാക്കുകളുണ്ട്, നിന്റെ പ്രവർത്തികളുടെ മാറ്റമുണ്ട്, നിന്റെ ചലനങ്ങളുടെ മാറ്റമുണ്ട്, നിന്റെ ഇടപെടലുകളുടെ മാറ്റമുണ്ട്. ഇനി മാറ്റം വന്നതാ അമ്മ നീ അറിയാതെ മണ്ണ് നിന്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം. പ്രീസലോ, ഈ രക്തത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശക്തിയുള്ളതും ജീവനുള്ളതും ആമേശ്വരം ചലിക്കുന്നതുമാ. ആമേ അതാ യോഹന്നാൻ എഴുതിയത്, യേശുവിന്റെ രക്തം സകല പാപവും നോക്കി അവരെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശ്രദ്ധിക്കുന്നു. ഈ ആർക്ക് കഴിയും പ്രതി മക്കളെ? ലോകത്തിൽ എത്രയോ മഹാന്മാരുണ്ടായിരുന്നു, അതിസാഹസിക അവൻ തരത്തിലുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു, അവൻ പ്രഭുക്കന്മാരുണ്ടായിരുന്നു, ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. ആരെ കൊണ്ട് കഴിഞ്ഞ് അവൻ ലോകത്തിന്റെ മനുഷ്യനെ പകരം വെക്കാൻ ആരാ ഉള്ളത് പ്രിയ മക്കളെ? പകരത്തിന് പകരം വെക്കാൻ ആരാ ഉള്ളത്? അമേശ്വരം നമുക്ക് വേണ്ടി മരിച്ചത്, നമുക്ക് വേണ്ടി ഉയർത്തുന്നത്, നമുക്ക് വേണ്ടി യേശുവിനെ നമ്മുടെ ദോഷപ്രവർത്തികൾ കൊണ്ട് എത്രത്തോളം നാള് ദുഃഖിപ്പിച്ചിട്ടുണ്ട്. യേശുവിന്റെ മകനാണോ? അന്ന് തളിക്കപ്പെട്ട രക്തം കഴുകിക്കളഞ്ഞു നീ ഇന്നും പഴയ രൂപത്തിലായിരിക്കുകയാണോ? അല്ലെങ്കിൽ കടുതൂക്കത്തിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും കാന്തനെ കാത്തിരിക്കുന്ന ആ പ്രാവാണോ? സ്വർഗത്തിലെ ദൈവം ചോദിക്കുകയാ, വരുന്ന വഴിക്ക് തന്നെ മറ്റൊരു വെള്ളത്തിൽ അത് കഴുകി സഹപാഠികളുടെ കൂടെ ആരും അറിയാതെ വണ്ണം അവരൊത്ത് ഒരുമിച്ച് പോകുന്ന ഒരു പ്രാവാണോ? അതെല്ലാം ഇതിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്ന അറുത്തു മാറ്റിയ ആ വെള്ളത്തിൽ, ആ രക്തത്തിൽ കുളിച്ച് അമസ്വതം കാന്തനെ കാത്തിരിക്കുന്ന ഇണയെ കാത്തിരിക്കുന്ന ആ ഒരു പ്രാവാണോ നീ? ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയും അമസ്വത ഹല്ലേലൂയ ചിലതിന്റെ ജീവിതത്തിലേക്ക് ദൈവാത്മാവി കുറിവാക്കി വിട്ടു തരികയാണ്. നീ ആരാണെന്ന് അമസ്വതം ബോധ്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന്ന് പകലിൽ ഇടപെടുകയാണ്. ആരാണ് നീ? അമേശ്വര ഹല്ലേലൂയ. നിനക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ? ഇതിന്റെ മൂന്നാമത്തെ വാക്യം വായിച്ച പ്രതി മക്കളെ, മൂന്നാമത്തെ വാക്യം
കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കുത്തുകളിലും ആമേ മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. മതി. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കുത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ അവർ ദുഷിക്കോ? ഒരു ദുഷിക്കലുമില്ല. തോളത്തും കൈയിട്ട ആരെവിടെ അടിയുന്നിത എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകളാ കൂടെ നടക്കാൻ ഉണ്ടായിരുന്നത്. ഇന്ന് ആരുമില്ലാത്തതിന്റെ കാരണം എന്താ? യേശുവിന്റെ രക്തം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമൈതലേ, നിന്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്ന ഒരു രക്തമുണ്ട്. അതാണ് പത്രോസിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ്. ആമേ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർ. ഹല്ലേലൂയ. ആ വിശുദ്ധ ഗണമാ നമ്മൾ കേട്ടോ. ആരെല്ലാം കൈവിട്ടാലും യേശു നീട്ടില്ല. കൈവിട്ട ആരെല്ലാം ഉപേക്ഷിച്ചതാൽ യേശു നീട്ടില്ല. ഉറപ്പാ ഉറപ്പാ. എന്നെ കൊത്തി ഓടിച്ചവരെല്ലാം ഒരിക്കൽ നിന്നെ നിനക്ക് വേണ്ടി ഒരു കരുതലിന്റെ കാലം. അമേശ്വരം, നീ ഇവിടെ കഷ്ടം സഹിക്കുമ്പോ യേശു നിനക്ക് വിലയേറിയ കല്ലുകൾ കൊണ്ട് അവിടെ ചില വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉദ്യാനം നിലനിർത്തിയ പണിയുന്നത് പ്രിയമക്കളെ കേട്ടോ. ഇവിടെ എത്രത്തോളം കഷ്ടം നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ അത്രത്തോളം ഉയർച്ച നിനക്ക് ദൈവം തരും. വെച്ചോ അവരെ എന്റെ നീയായിരിക്കുന്നു. ഇപ്പോൾ നല്ലപോലെ വിശ്വാസം ഇവിടുത്തെ നിന്നോ, ഇവിടുത്തെ പരിഹാസം, ഇവിടുത്തെ കഷ്ടത, ഇവിടുത്തെ കണ്ണുനീര്, ഇവിടുത്തെ ഭാരം, ഇവിടുത്തെ പ്രയാസം എല്ലാം മാറാൻ സമയമായി മക്കളെ. എല്ലാം മാറാൻ സമയമാണ്. അത് കർത്താവിന്റെ മക്കളെ അതേ മുടങ്ങി വരാൻ കഴിയുമോ? ഹല്ലേലൂയ. ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന പ്രാവി കാന്തം വരും. നിന്റെ കാത്തിരിപ്പ് കർത്താവല്ല, അവൻ വരും, നിന്നെ ചേർക്കും. ആമേൻ. ഹല്ലേലൂയ. കാന്തനുമായിട്ട് മുഖാമുഖം സംസാരിക്കാൻ ഇടപെടുക. അതിന് അല്പകാലത്തേക്ക് അവൻ മാറിയിരിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് വരാതിരിക്കത്തില്ല. വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഇവിടെ പറയുന്നത് കാമാർത്ഥികളിലും മോഹങ്ങളിലും ആമേശ്വരം വീണ്ടുകുടിയിലും ഉറക്കൂത്തുകളിലും ഉറക്കൂത്തുന്നവരും എല്ലാം വിടും. കാഴ്ച കേൾവി എല്ലാം ഓണക്കാലമാ. ജഡത്തെ ത്രസിപ്പിക്കത്തക്ക തലത്തിലുള്ള പല ഇമ്പകരമായ പലതും വരും. കണ്ണിന് മുമ്പിൽ എല്ലാം കാണാം. അവിടെ നീ ഒന്ന് ഇരുന്നു കൊടുത്താൽ മതി. അമേശ്വരം അരിമനാഥനായ യേശു, അരിമനാഥനായ യേശു ആ ക്രൂശിലേക്ക് നിനക്ക് നോക്കാമോ? എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും, എന്റെ യേശുവിനോട് കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ മുമ്പിൽ പലതും തടസ്സം വരുന്നതിന്റെ കാരണം എന്താ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം എന്താ? നിന്റെ ക്ഷണം. എന്റെ ജടികമായ താല്പര്യമാണ്. മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു. പാപം ഉഴുത്തക്ക് മരണം. യേശു ചതിക്കത്തില്ല. യേശുവിന്റെ രക്തവും ചതിക്കത്തില്ല.
ചതിക്കുന്നതിന്റെ ജഡം, ചതിക്കുന്നതിന്റെ മോഹമാണ്. വിട്ടുപിരിഞ്ഞ് അവനോടൊന്ന് ചേരുവാൻ ഒരുക്കമുണ്ടോ? ഇന്ന് പകലിൽ എനിക്കറിയത്തില്ല പ്രിയമക്കളെ, ദൈവസഭയെ പരിശുദ്ധ ദൈവം വിശുദ്ധീകരിക്കുകയാണ്. ഇതിനകത്ത് ചിലതുണ്ട്, നീ പോലും അറിയാതെ നിന്റെ ഹൃദയത്തിൽ കയറിക്കൂടിയിരിക്കുന്ന ചിലതുണ്ട്. ഒന്ന് വിട്ടുകളയാമോ? പല സമയങ്ങളിൽ അത് പൊങ്ങി വരുന്നില്ലേ? നിന്റെ വാക്ക്, പ്രവൃത്തി അതിനെ വെളിവാക്കുന്നില്ലേ? ഇന്ന് പകൽക്കാലം ഒന്ന് മാറ്റാമോ? കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന തലത്തിൽ പ്രാപിച്ചിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ വാക്കുകൾക്ക് പലപ്പോഴും മൂർച്ചയില്ലേ? കൂടെ താമസിക്കുന്ന, ഒരുമിച്ച് ദൈവം തന്നിരിക്കുന്ന തക്ക തുണയോട്, അമേശ്വര ഭാര്യയോട്, ഭർത്താവിനോട് ഹൃദയം മുറിക്കത്തക്ക നിലവാരത്തിൽ നീ സംസാരിച്ചിട്ട് വേദനിപ്പിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. അമേശ്വരം ഒന്ന് മടങ്ങി വരാമോ? ഒന്ന് മടങ്ങി വരാമോ? നിന്റെ വാക്കുകൾ എത്ര വട്ടം കരയിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ വാക്കുകൾ എത്ര വട്ടം വേദനിപ്പിച്ചിട്ടുണ്ടോ? അവഗണന കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന പദങ്ങൾ ആവശ്യത്ത് കൈകൊണ്ടൊന്നും ചെയ്യത്തില്ല. പക്ഷെ ആവശ്യത്തിന് വായ കൊണ്ട്, ആവശ്യത്തിന് നാക്കുകൊണ്ട് പല രീതിയിൽ നീ പ്രഹരിച്ചിട്ടില്ലേ? കടുന്തൂക്കത്തിന്റെ മറവിൽ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്ന പ്രാവാണോ? നീ കാന്തയെ കാത്തിരിക്കുന്നവനാണോ? കാന്തയെ കാത്തിരിക്കുന്നവനാണോ? ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം നോക്കിയത് മതി. കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കുറെ അധികം ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണുന്നത്. ബാസിൽ നിന്ന് സന്തോഷിക്കത്തക്ക നിലവാരത്തിലുള്ള എന്തെങ്കിലും കിട്ടും എന്ന് കരുതിക്കൊണ്ടാ നിങ്ങൾ ഒരുപക്ഷെ ഇരുന്നിരുന്നുവെങ്കിൽ എനിക്കും സന്തോഷമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്ന. പക്ഷെ യേശു ദുഃഖിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ദൈവാത്മാവ് വേദനിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളോ തെറ്റിപ്പോകരുത്, എന്റെ കുഞ്ഞുങ്ങളോ ദോഷത്തിലേക്ക് പോകരുത്, എന്റെ കുഞ്ഞുങ്ങളോ ദൈവത്തിനോട് ചെയ്യുക. ബാക്കി ഇങ്ങനെ വായിക്കുന്നത്, ദുർനടപ്പിന്റെ അതേ കാച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നു. എത്ര അഭിമാനമാണ് മക്കൾ! എന്തിന്റെ നടുവിൽ പോകും? എടാ, നിന്റെ മുമ്പിൽ ഒരു കാലഘട്ടത്തിൽ അമശ്വതം ചുവന്ന് അമശ്വതം അറിയുന്ന ചിലതൊക്കെ കാണുമ്പോ അറിയാതെ നിന്റെ കൈ നീളുമായിരുന്നു. ഇന്ന് നിന്റെ മുമ്പിൽ ഇരുന്ന് തലയിലൊഴിക്കുമെന്ന് പറഞ്ഞാൽ പോലും അതിനോട് എനിക്കിനി അതിനോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേരാൻ പറ്റത്തില്ല. അമേശ്വരം എന്റെ കാന്തൻ വരാതെ നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ല. അമേശ്വരം മറഞ്ഞിരിക്കുകയാണ്. എനിക്കിനി അത് വേണ്ട. എനിക്കിനി അത് വേണ്ട. ഞാനത് ചെയ്യത്തില്ല, ഞാനത് പറയത്തില്ല. സ്നേഹിക്കാൻ പറ്റുമോ പ്രിയമക്കളെ? യേശു നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാ? അവന്റെ രക്തം നമുക്ക് വേണ്ടി തന്നു, അവന്റെ പ്രാണൻ നമുക്ക് വേണ്ടി തന്നു, അവന്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ! യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. അഞ്ചാമത്തെ ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആരാണ്? കാമാർത്ഥികളിലും മോഹങ്ങളിലും. ആമേശ്വരം മൂന്നാം വാക്യം. ഇന്നൊക്കെ ചിലരൊക്കെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങള് പിന്നെ നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ ഇവിടെ നമ്മൾ ഒരു ആള് വീട്ടിൽ വരുമ്പോ നമ്മൾ കൊടുക്കും ചായ, പാലിട്ട ചായയോ പൊടിയിട്ട ചായയോ കൊടുക്കും. വീട്ടില് പൊടിയോ പാലോ ഇല്ലെങ്കിൽ കട്ടൻ ചായയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരാൾ വീട്ടിൽ കിടന്നു വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്നത് എന്താ? എന്ത് കൊടുക്കും? മദ്യം, ഡ്രിങ്ക്സാ കൊടുക്കുന്നത്, ഹോട്ട്. അവിടുത്തെ സ്റ്റൈൽ അതാണ്. അവര് നമ്മുടെ പോലെയൊന്നും അല്ല. കുടിച്ചിട്ടോ മദ്യപിച്ചിട്ടോ വഴിയിലൊന്നും കിടക്കത്തില്ല.
അവരാവശ്യത്തിന് കഴിച്ചിട്ട് വീട്ടില് ഒതുങ്ങി. അത് വലിയ കുഴപ്പമുണ്ടോ? അതിന് വലിയ കുഴപ്പമുണ്ടോ? ഇന്ന് ദൈവമക്കളെയൊക്കെ വീഞ്ഞു കുടിച്ച വൈൻ മേടിച്ച് കഴിച്ച വലിയ കുഴപ്പമുണ്ടോ? ബസ് ആൽക്കഹോളിക് അല്ല, കുറച്ച്. അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും ഒരു കുപ്പി വൈൻ ഉണ്ടാകും ഫ്രിഡ്ജിനകത്ത്. അങ്ങനെ അവരുടെ വീട്ടിലെല്ലാം ഹോട്ടൽ ഉണ്ടാകും. ആരെങ്കിലും ചെല്ലുമ്പോൾ കൊടുക്കുന്നത് ഇതാ. പാപമാണോ? യേശു കൊടുത്തിട്ടില്ലേ? എന്ത് വീഞ്ഞ് മേത്തരമായത് മൂത്തത് കൊടുത്തിട്ടെന്നാണ്. യേശു മൂത്തത് കൊടുത്തിട്ടില്ലേ? പിന്നെ ഞങ്ങൾക്ക് എളുപ്പം കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ എന്നത്തെ പഠിപ്പിക്കലില്ല. എടാ, പച്ചവെള്ളത്തെ മൂപ്പിച്ചോ ഇളപ്പിച്ചോ എന്ത് വേണമെങ്കിലും നീ കഴിച്ചു, തിളപ്പിച്ചോ കഴിച്ചു. ആമേ സ്തോത്രം. യേശു കൊടുത്തത് ആമേ പച്ചവെള്ളം എന്താക്കിയാ? ഇതുപോലെ നിന്നെ കൊണ്ടാവുന്ന പ്രാപ്തിക്കൊത്തവണ്ണം തിളപ്പിച്ചോ മൂപ്പിച്ചോ ആമേ ഇളപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും നീ എന്ത് ചെയ്തോ? എന്ത്? പച്ചവെള്ളം. ആമേ സ്തോത്രം. പച്ചവെള്ളം. അതിനകത്ത് ആമേ സ്തോത്രം കൃത്രിമ പരിപാടികളൊന്നും ചേർത്ത് എന്ത് ചെയ്യരുത്. യേശു ചെയ്ത പോലെ നീ കഴിച്ചു. നിങ്ങളോട് പറയുന്ന ആളുകളോട് പറ, ഒരു ഭരണി വെള്ളം എടുക്കുക, എന്നിട്ട് നിങ്ങളെ കൊണ്ട് പ്രാപ്തിക്കൊത്തവണ്ണം എന്ത് ചെയ്യുക? എന്നിട്ട് കോരി കുടിച്ചോ, എല്ലാവർക്കും കൊടുത്തോ. ആമേ സ്തോത്രം. മക്കളെ, എന്ന് പറയുന്നത് യേശു കൊടുത്തിട്ടില്ലെന്ന്. എടാ, കുടിച്ചവനാണ് തോന്നിയത് മൊത്തതായിട്ട്. അമ്മേ പ്രീസലോ. കർത്താവ് എല്ലാം ചെയ്യുന്നത് ചന്തവും ക്രമവുമായിട്ട്. യഹൂദന്മാരുടെ നിഷേധിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് വീഞ്ഞ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ആ കുടുംബത്തിന്റെ നിലവാരം നിലനിർത്തേണ്ടതിനാൽ യേശു കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇന്ന് നല്ല മുന്തി ഇനത്തിലെ മദ്യം മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞ് യേശു തന്നിട്ടില്ലെന്ന്. അച്ചായന്മാരൊക്കെ ഇന്ന് വിശ്വാസികളായിരിക്കുന്ന ആളുകളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിയുന്ന രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് കറങ്ങി നടക്കുകയാ. നല്ല സംസ്കാരം കേരളത്തിൽ ദൈവം നമുക്ക് തന്നതിനായി നന്ദി. ആ രാജ്യങ്ങളൊക്കെ ശ്രേഷ്ഠമേറിയ രാജ്യങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് ഭാര്യയുണ്ടോ? ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഒരെണ്ണം കൊണ്ട് ജീവിതകാലം മുഴുവൻ എങ്ങനെ കഴിക്കും? ആമേൻ. എത്ര നല്ല സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവപര്യന്തം മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ. അമിസ്തോത്രം. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിയ മക്കളെ, ഏതെങ്കിലും ജനറൽ ഹോസ്പിറ്റലിലോ സർക്കാർ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ അമിസ്തോത്രം ഒരാളുടെ കൈക്ക് ഒരാൾ പിടിച്ചിട്ടുണ്ടാകും. അവൻ കൈ പിടിച്ചിരിക്കുന്ന ആളിത്തിന് പ്രായമുള്ളതായിരിക്കും, കണ്ണട വെച്ചിട്ടുണ്ടാകും, വെച്ചായിരിക്കും നടക്കുന്നത്. അമ്മ പിടിച്ചിരിക്കുന്ന ആള് പതിയെ കൊണ്ടുപോയി അമേശ്വരത്ത് പല ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മക്കളൊന്നും കൂടെ ഉണ്ടാകത്തില്ല. ഒരപ്പനും ഒരമ്മയും രണ്ടുപേരും കൂടി. പ്രായം എത്ര ഉണ്ട്? ഒരാൾക്ക് 78, മറ്റൊരാൾക്ക് 75. അമ്മ രണ്ടുപേരും പോകുകയാണ്. ഒരാൾ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയി ടോക്കൻ എടുത്തിട്ട് വരും. അമ്മ ഇവിടെ ഇരിക്കും. അമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അമേശ്വരം രണ്ടുപേരും ചേർന്ന് സ്നേഹമാ, ഇപ്പോഴും സ്നേഹമാ. ഇവിടെ വർഷം പലത് കഴിഞ്ഞ് 50, 55 വർഷം കഴിഞ്ഞ് ഒരുമിച്ച് ദൈവം യോജിപ്പിച്ചിട്ട് കൈവിടാതെ പിടിച്ച് നടക്കും. മക്കളൊന്നുമില്ല, മരുമക്കളൊന്നുമില്ല, വേണ്ടെന്നേ. ദൈവം യോജിപ്പിച്ചതാ. അത് കാഴ്ചപ്പാട് എത്ര പേർക്കുണ്ട്? ഇന്നും ഭാര്യയുണ്ട്. വർഷം പലതും കഴിഞ്ഞു, 10, 30 വർഷമൊക്കെ കഴിഞ്ഞ് ഇന്നും ഭാര്യയുടെ കുറ്റം പറയും, ഇന്നും ഭർത്താവിന്റെ കുറ്റം പറയും. ഈ മനുഷ്യനെ ഇന്ന് തലയിൽ എടുത്തു വെച്ചോ, അന്ന് മുതൽ തുടങ്ങി ദുരിതം. ആമേ സ്തോത്രം. ആമേ. അപ്പോഴാണ് ആമേ ഭർത്താവ് പറയുന്നത്, ആമേ നിന്നെ എന്ന് കല്യാണം കഴിച്ചു അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ കയറി വന്ന കഷ്ടമാണ് എന്നും പറഞ്ഞ് എന്നും ആമേ സ്വതം ദുരിതം വീട്ടില്ല. എന്നാ പുറത്തു പോയി കഴിയുമ്പോഴോ രണ്ടുപേരും ഭയങ്കര കെട്ടിപ്പിടിച്ചതായിട്ട് സന്തോഷം. ആളുകളുടെ മുമ്പിൽ ഭയങ്കര പെർഫോമൻസ്. വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാലോ ഈ സംഭവം വരും, ഈ കഥ വരും. ദുരിതവും ആമേ സ്വത കഷ്ടവും. സ്നേഹമാണോ? ശരിക്കും സ്നേഹമാണോ? ആണോ? അല്ല. അഭിനയമല്ലേ? അഭിനയമല്ലേ? നീ എങ്ങനെ നിത്യത പോകും? നീ എങ്ങനെ നിത്യത പോകും?
ചില ആളുകൾ എന്നോട് അവിടെ ഗൾഫിൽ ചെന്നപ്പോ കുവൈറ്റിൽ ചെന്നപ്പോ ഒരു മനുഷ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ അവരുടെ പാസ്റ്റർ 5 വർഷമായിട്ട് സഭയിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോ പാസ്റ്റർ ഇവിടെ വന്നപ്പോ കാര്യമായിട്ടുള്ള നന്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ പാസ്റ്റർ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, അനുഗ്രഹിക്കപ്പെടട്ടെ. അല്ല, പാസ്റ്റർ കൊടുക്കുന്ന ഡ്രസ്സെല്ലാം ബ്രാൻഡേഡാ. ഞാൻ കഴിക്കട്ടെ, പുളി ധരിക്കട്ടെ. പുളി മേടിക്കുന്നതാണ്. അല്ല, പുളി മേടിക്കുന്നതല്ല, പലരൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെയാണ്. പിള്ളേർക്കൊക്കെ പലരൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ. പക്ഷെ ബ്രാൻഡേഡാണ്. ലെവല് മാറി. ഞാൻ മാറി. ലെവല് മാറട്ടെ. നിനക്കെന്താ? നിങ്ങൾ കൊടുക്കുന്നുള്ളൂ? ഞാൻ കൊടുക്കത്തില്ല. ഞാൻ 10 പൈസ കൊടുത്തില്ല. ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോകും? ഇല്ല. ചെന്ന് കഴിയുമ്പോ ചോദിക്കും, ആരോട്? യേശുവിനോട് ചോദിക്കും, എന്തായിരുന്നു പണി? ഞങ്ങൾ കണ്ടേക്കാൻ മരപ്പണിയായിരുന്നു ഭൂമിയിൽ വെച്ച്. അമ്മ, ഈ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാ? നോക്കി, മരതകം, മാണിക്യം, സൗഗന്ധികം, ഗോമോദകം, നീ എവിടുന്ന ഉണ്ടാക്കിയത്? ഇവൻ ചോദിക്കും. എടാ, നിന്നോട് ചോദിക്കുന്ന ഇവൻ അടച്ചില്ല. യേശുവിനോട് ചോദിക്കും. ചോദിക്കത്തില്ലേ? ഇവന്റെ മനസ്സിലിരിപ്പിത, ഇവന്റെ ഹൃദയത്തിലിരിപ്പിത. ദൈവത്തോട് ചോദിക്കും, എന്തായിരുന്നു പണി? ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി ഭയങ്കര സെറ്റപ്പാണല്ലോ. നമ്മൾ പാടുപെട്ട് അങ്ങനെ സ്വന്തം ഇങ്ങനെയെല്ലാം കിടന്നു പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര സെറ്റപ്പാണല്ലോ. നമ്മൾ നടക്കുന്ന വഴി തനി തങ്കം കൊണ്ടുള്ളതാ. ചോദിക്കൂലേ? ചോദിക്കൂലേ? അങ്ങനെയുള്ള ആൾക്കാരാണ്. അവര് വ്യഭിചാരം ഒന്നും ചെയ്യാതെ, അവര് മോഷ്ടിക്കാതെ, കള്ളസത്യം പറയാതെ, ഈ ഒരു കാരണത്താൽ ഇവരെന്ത് ചെയ്യും? എടാ, സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്തെങ്കിലും ദൈവം തരുന്ന നന്മകളെ കൊണ്ട്, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏറെ നല്ലതാണ്. ആമേൻ. എടാ, നാശത്തിലേക്ക് പോകാൻ വേണ്ടി വാരിക്കൂട്ടുന്നവൻ എങ്ങനെ നശിച്ചു പോകട്ടെ? നീ അതിലേക്ക് നോക്കി നിന്റെ നിത്യരക്ഷ നഷ്ടപ്പെടുത്തല്ലേ. വചനം അറിയാവുന്നവരൊന്നും ഈ ഭയങ്കര ഹൈപ്പിച്ചിലേക്കൊന്നും പോകത്തില്ല. അവൻ നിൽക്കും ഒരു ലെവലിൽ. എല്ലാവരും നിത്യത കൊണ്ടുപോകത്തൊന്നുമില്ല. ഈ വചനം പ്രസംഗിക്കുന്ന എല്ലാവരും നിത്യതയിൽ പോകത്തുമില്ല. 100% എഴുതി വെച്ച്. അപ്പൊ അവൻ എങ്ങനെയെങ്കിലൊക്കെ കയറി പോകട്ടെ. നീ അതൊന്നും നോക്കണ്ട. നിന്റെ നിത്യത നഷ്ടപ്പെടുത്തല്ലേ. നിനക്ക് എത്രത്തോളം ലളിതമായി ജീവിക്കാൻ പറ്റുമോ അത് മുറുകെ പിടിക്കുക. അപ്പൊ ഞാൻ ആ സഹോദരനെ പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, നിങ്ങൾ എന്ത് ചെയ്യില്ലേ? നിങ്ങൾ പാസ്റ്ററെ നോക്കി നിങ്ങളുടെ നിത്യത എന്ത് ചെയ്യില്ലേ? നഷ്ടപ്പെടുത്തി കളയല്ലേ. ആ മനുഷ്യന് കിട്ടുന്ന കാഴ്ചപ്പാട് ഒത്തവണ്ണം അദ്ദേഹം സഞ്ചരിക്കട്ടെ. നല്ലൊരു കാഴ്ചപ്പാട് കിട്ടുമ്പോ അദ്ദേഹം ക്രമത്തിലായി. നീ ഇത് പറഞ്ഞ നിന്റെ നിത്യത വീഴില്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോ ചോദിക്കും, യേശുവിനോട് ചോദിക്കും, ദൈവത്തോട് ചോദിക്കും. ഭയങ്കര അല്ലേ? നമുക്ക് ഇന്നുവരെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. അവിടെ ചെന്ന് അമ്പലം നട്ടി ചോദിക്കും, എന്തായിരുന്നു പണി? ഇത്രയും വർഷങ്ങളായിട്ടൊക്കെ അവന് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അമ്മേ സ്തോത്രം. ഞങ്ങൾ കാണുന്ന ജോസഫിന്റെ വീട്ടില് മരപ്പണി ചെയ്തിരുന്ന യേശുവെ എങ്ങനെയാണ് ഇത്ര സെറ്റപ്പായത്? അവന് അതിന്റെ ഉറവിടം അറിയണം. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഇത് ചെയ്തത്? അമ്മ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കും. ചിലര് എന്ത് ചെയ്തിട്ടില്ല, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു. ഞാൻ എന്ത് ചെയ്യും? ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ ജോഷുവ പറയുന്ന ഒരു കാര്യമുണ്ട്. ജോഷുവയുടെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ഏത് രാജ്യത്തിൽ വേണമെങ്കിലും താമസിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും നടക്കാം, ഏത് ദേവന്മാരെ വേണമെങ്കിലും ആരാധിക്കാം. പക്ഷെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ ശരി. ഞങ്ങൾക്ക് നിങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ അത് നമ്മുടെ വിഷയമാണ്. കേട്ടോ പ്രിയ മക്കളെ, ഇന്ന് ദൈവസ്വനിൽ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് എന്റെ കർത്താവുമായിട്ട് ഒരുമിച്ച് പോകണം. കേട്ടോ, ഭാര്യയെ വേദനിപ്പിക്കരുത്, ഭർത്താവിനെ വേദനിപ്പിക്കരുത്, മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടില്ലേ പ്രിയ മക്കളെ, ആയുസ് വർദ്ധിക്കുന്നത് എങ്ങനെയാ? അപ്പനെ എങ്ങനെ? എന്റെ അപ്പൻ എത്ര സുന്ദരനാണെന്നറിയാം. എന്റെ അമ്മ പറഞ്ഞറിയിക്കാം. ഈ വാക്ക് മാത്രമേ ഉള്ളൂ.
ഫാദേഴ്സ് ഡേ അന്ന് അമ്മ ചെറുതിലെ മുതൽ വളർത്തിയ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഏതെങ്കിലും അമ്മ പിക്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അമ്മ സ്വന്തം പഴകി പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പുതുക്കി എടുത്ത് അമ്മ ഫാദേഴ്സ് ഡേക്ക് അപ്പന്റെ കുറെ ഫോട്ടോ വേണമെങ്കിൽ അന്നേ ദിവസം അപ്പനെ പുറത്ത് കൊണ്ടുപോയിട്ട് നല്ലൊരു ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല കേക്കൊക്കെ മുറിച്ച് അന്നത്തെ കൊണ്ട് തീർന്നു. അമ്മ സ്വന്തം മദേഴ്സ് ഡേ അമ്മയുടെ കുറെ ഫോട്ടോ. ഇന്ന് മക്കള് മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ്. പ്രത്യേക ദിവസം വരുമ്പോൾ എന്തെല്ലാം കുറെ അമ്മസ്വതം സ്നേഹത്തിന്റെ ചിഹ്നങ്ങൾ ഇങ്ങനെ കുറെ ഇടും. ആമേൻ. അതുകൊണ്ട് അത് തീർന്നു. അങ്ങനെയാണോ സ്നേഹിക്കേണ്ടത്? അല്ലെന്ന്. അപ്പൊ നീ അമ്മനെ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. അവര് നിന്നെ വളർത്തിയതിനൊത്തമാണ്. അവരെ ചെന്ന് കാണും. അതെങ്ങനെയാ പക്ഷേ ഇളയ മകൾക്കാണ് കൂടുതൽ, ഇളയ മകനാണ് കൂടുതൽ അവകാശം കൊടുത്തത്. ഇളയ മകൾക്കാണ് കൂടുതൽ കൊടുത്തത്. അവരല്ലേ നോക്കേണ്ടത്? നീ പറയരുത്. സ്വർഗത്തിൽ ചെല്ലുമ്പോ പറയും, എന്റെ പൊന്നു കുഞ്ഞെ, നിന്നേക്കാൾ കൂടുതൽ വില മുടക്കിയവരാണ് ഇവിടെ നിൽക്കുന്നത്. പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പത്രോസ്. നിനക്ക് ഇവിടെ ഓഹരിയില്ല. നീ എന്ത് ചെയ്തടാ കർത്താവിന്? കാരണം ഇവന്റെ മനോഭാവം എങ്ങനെയാ? ഇളയവന് കൂടുതൽ കൊടുത്തുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പാർക്കുന്നവന് കൂടുതൽ കൊടുത്തുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൂടുതൽ കൊടുത്തുകൊണ്ട് ഞാൻ നോക്കത്തില്ലെന്നേ. നിന്നെ നോക്കത്തില്ല ദൈവം. നിന്റെ ഉത്തരവാദിത്തം, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം. 10 മക്കളുണ്ടെങ്കിൽ 10 പേർക്ക് തുല്യമാണ്. ഇവിടെ തന്നത് കൊണ്ടാണോ നീ നിന്റെ അപ്പനെ സ്നേഹിക്കുന്നത്? മറ്റൊരുത്തിന് കിട്ടിയത് കൊണ്ടാണോ? കൊടുക്കാത്തത് കൊണ്ടാണോ അപ്പനെ സ്നേഹിക്കാതിരിക്കുന്നത്? നിന്റെ സ്നേഹം വ്യാജമല്ലേ? ഇവിടെ ഒന്നും തന്നില്ലെങ്കിൽ എന്റെ അമ്മയാ, എന്റെ അപ്പനാ. യേശുവിന് എന്തു കൊടുത്തിട്ടാ നമ്മളെ സ്നേഹിച്ചത്? എന്തു കൊടുത്തു നമ്മൾ? അവന്റെ രക്തം തന്നില്ലേ? അവന്റെ പ്രാണം തന്നില്ലേ? അവന്റെ ജീവൻ തന്നില്ലേ? എന്തു കൊടുത്തു തിരിച്ച്? ഇതൊറ്റ കാര്യം മാത്രം പോലെ. യേശു ഒന്നും വാങ്ങിക്കാതെ നിനക്ക് വേണ്ടി വിലയേറി തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. രക്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, ഈ കാര്യങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു ഒരു മാറ്റം വരട്ടെ നമ്മുടെ ജീവിതത്തിൽ. ആമേൻ. വേഗത്തിൽ പോകാം, വചനം പിന്നെയും കിടക്കുന്നു. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് അവര് നിങ്ങളെ ദൂഷിക്കുന്നു. ജീവനുള്ളവരെ, മരിച്ചവരെ ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റാ, പക്ഷെ എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ? ഒന്ന് തിരിഞ്ഞു നോക്കുക. ചില കാര്യങ്ങൾ ഞാൻ ഓക്കെയാണ്, നല്ല വിശുദ്ധനാ, പക്ഷെ ചില കാര്യങ്ങളിലോ നേരെ എതിരെ നിൽക്കത്തില്ല. പക്ഷെ ഒരു ദൈവ പൈതൽ എല്ലാ കാര്യങ്ങളിലും ഓക്കെയാണ്. ഒരു ദൈവത്തിന്റെ പൈതൽ എല്ലാ കാര്യങ്ങളും സമ്മതനാണ്. അവൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഒരുത്തന്റെ മുമ്പിൽ അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നൊരു ചിന്ത അവനെ ഭരിക്കുന്നു. സാക്ഷ്യം പറയുന്ന 3 ഉണ്ട് മക്കൾ. യോഹന്നാന്റെ ആമസ്തോത്രം ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ആമസ്തോത്രം 7-8 വാക്യം. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ആത്മാവ്, ജലം, രക്തം. ഈ 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെയാ. ഇന്ന് സ്നാനമേറ്റിരിക്കുന്നവരും മുൻപ് സ്നാനമേറ്റവനുമായ നമ്മുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്ന ഒരു രക്തമുണ്ട്. നമ്മളെ അതിലേക്ക് നടത്തിയ ഒരു ആത്മാവുണ്ട്. നമ്മൾ സ്നാനമേറ്റ വെള്ളമുണ്ട്. ഇത് 3 സാക്ഷ്യമാ. ഈ 3 പേരും വരും. നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന്റെ വാതിൽക്കൽ ഉണ്ടാകും. അവിടെ 3 പേരെയും സാക്ഷ്യമെത്തി. നമ്മളിപ്പോ വിദേശത്തേക്കൊക്കെ കടന്നു പോകുന്ന സമയത്ത് അവിടെ ബയോമെട്രിക്, നമ്മുടെ അമിശ്വത വിരലടയാളം, അവിടെ നമ്മുടെ ഐ പ്രിന്റ്, നമ്മുടെ കണ്ണിന്റെ അമിശ്വതം, ഇതെല്ലാം നോക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കയറി നിൽക്കുമ്പോ ഇങ്ങോട്ട് നോക്കാൻ പറയും. ക്യാമറയുണ്ട് ഇവിടെയും അവിടെയും. അതായത് ഇന്ത്യയിലും ഞാനിപ്പോ കുവൈറ്റിലും അമിശ്വത വിദേശത്ത് പോകുന്ന എല്ലാവർക്കും അറിയാം. ഇങ്ങോട്ട് നോക്കാൻ പറയും. ഇത് മാച്ച് ആണോ എന്നാണ് നോക്കുന്നത്.
ഇവിടുന്ന് കയറിപ്പോയ പാസ്പോർട്ടിനകത്ത് പേരുള്ള വ്യക്തിത്വം തന്നെയാണോ ഇത് എന്ന് മാച്ച് ചെയ്യുവാൻ അവര് നോക്കും. മാച്ചിങ്ങിൽ എന്തെങ്കിലും വ്യത്യസ്തത കണ്ട് മാറ്റി നിർത്തും. ഇതും ഇതുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, മാച്ച് ആകുന്നില്ല. ഇനി ഒരു പക്ഷെ ഐ മാച്ചായി, ഫിംഗർ മാച്ച് ആകുന്നില്ല, മാറ്റി നിർത്തും. ആമേശ്വരം ഇത് രണ്ടും മാച്ചാണ്. ആമേശ്വരം അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഉള്ള ഫോട്ടോ നോക്കും, നമ്മുടെ മുഖത്തേക്ക് നോക്കും. ആമേശ്വരം അതിൽ എന്തെങ്കിലും വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തും, മാച്ചാകണം. ഇതുപോലെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ മാറ്റി നിർത്തും. 3 പേര് വരും. 3 പേര് വന്നിട്ട് ചോദിക്കും, ആമേശ്വരം ദൂതൻ ചോദിക്കും, ഇവര് സ്നാനമേറ്റത് നിങ്ങൾ സാക്ഷികളാണോ? ആത്മാവറിയും ഞാൻ സാക്ഷ്യമാണ്. 2024 സെപ്റ്റംബർ മാസം 15-ാം തീയതി രാവിലെ 8:45 ഇന്ന സ്ഥലത്ത് സ്നാനമേൽപ്പിക്കുക ഞാൻ സാക്ഷ്യം വഹിച്ചതാണ്. ഞാൻ സാക്ഷി. 2ാമതാണ് എന്റെ മുമ്പിലേക്ക് വരിക. അതെ, സെപ്റ്റംബർ മാസം 15-ാം തീയതി ഞാൻ അവിടെ ഉണ്ടായിരുന്ന വെള്ളം, ഞാൻ ജലമാ, ഈ വെള്ളത്തില് ഒരു സ്നാനമേറ്റത് ഞാൻ സാക്ഷിയാണ്, എഗ്രിയാണ്. അവൻ സെപ്റ്റംബർ മാസം 2024 15-ാം തീയതി സ്നാനമേറ്റ ഉടനെ എന്റെ രക്തം അവരുടെ മേൽ അടയാളമെന്ന് ഞാൻ പ്രവർത്തിച്ചിരിക്കുകയാണ്. യേശുവിന്റെ രക്തം ഞാൻ സാക്ഷ്യമാണ്. അവിടെ നമുക്ക് മുമ്പാകെ ഒരു ഡോറുകളെ കടന്നു വരുകയും ദൂതന്മാർ അമ്മ അടുത്തുണ്ടാകും. നല്ല സംഗീതത്തോടെ, നല്ല പരിപാലനത്തോടെ, കരഘോഷത്തോടെ നമ്മളെ അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനിടയായിട്ട് അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു. അവൻ ഫിംഗർ കറക്റ്റായി, ഐ സ്കാൻ കറക്റ്റായി, നിനക്ക് അകത്തേക്ക് പ്രവേശിക്കാം. പിന്നത്തേതിലാണ് പ്രിയമക്കളെ അവിടെയുള്ള നമ്മുടെ നന്മയും തിന്മയുമായിട്ടുള്ള ന്യായവിധി സ്വർഗത്തിലെ ദൈവം ഇരിക്കുന്നു. ഒരിക്കലും നിനക്കൊരു ശിക്ഷാവിധി വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രശംസ കിരീടം ചൂടിച്ചുകൊണ്ട് നിന്നെ നിർത്തുന്ന ചില ദിവസങ്ങളായി ഇതിന്റെ മുമ്പിൽ. അറിയാം, ആമേശ്വര യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഒരു പ്രവർത്തിക്കുന്നു. എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കർത്താവിന്റെ മേശ നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേശ്വരം ആമേ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവനെ തളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമക്കളെ, ചാർച്ചക്കാർ, സ്വന്തം ബന്ധങ്ങൾ, ലോകം, സമൂഹം പലരും അകറ്റി നിർത്തിയെന്നിരിക്കും. പുറത്തുനിന്നിരിക്കാൻ, നിന്നിച്ചെന്നിരിക്കാൻ. ആമേശ്വരം സ്വന്തം ബന്ധത്തിൽ നിന്ന് കൊത്തി അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്നു. സ്വന്തം കൂട്ടിൽ നിന്ന് നിന്നെ അകറ്റി വേർതിരിച്ചിരിക്കുന്ന ആമേശ്വര പ്രാവിനെ പോലെ ആമി പാറയുടെ പിളർപ്പിൽ കടന്തുക്കത്തിന്റെ മകനിൽ ഇന്ന് നീ പോയി ഇരിക്കുകയും എതിര് വേണ്ടിയോ തന്റെ കാന്തൻ വരും. ആമേ അവന്റെ മുഖം ഒന്ന് കാണാൻ ആമേൻ മറിഞ്ഞിരിക്കുകയാണ്. കർത്താവ് നൽകിയ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. എല്ലാ കണ്ണുകളും നടത്തി